സ്വതസിദ്ധമായി മനുഷ്യന് വിട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ അഹങ്കാരിയായി മാറുമെന്നാണ്. എല്ലാവർക്കും അഹങ്കാരം തോന്നും. ഞാൻ തരക്കേടില്ലല്ലോ, എന്നെ പഠിപ്പിക്കാൻ ആരാ, എന്നെ ചോദ്യം ചെയ്യാൻ ആരാ. ഈ സ്വഭാവം മനുഷ്യനിലുണ്ട്. ആ മനുഷ്യൻ തന്നെ അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനായി, ഒരു വിനയാന്വിതനായി മാറുന്നത്. അല്ലെങ്കിൽ ആർക്കും എന്തും ഇവിടെ ചെയ്യാനുള്ള അഹങ്കാരമുണ്ടെങ്കിൽ ഈ ലോകത്ത് വല്ല നന്മയും ഉണ്ടാകുമോ? സമൂഹങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും പൊറുപ്പിക്കാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട്. എന്നാൽ നിർബന്ധമായും നമ്മൾ ആവാഹിക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങളുമുണ്ട്. ആ വഴിക്കാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയെ കൊണ്ടുപോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. ആദിമ മനുഷ്യനെ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു പടക്കുന്ന ചരിത്രം ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ, സൂറത്തുൽ ബഖറ മുതൽ അങ്ങ് നോക്കിയാൽ സൂറത്തുൽ കഹ്ഫിലുണ്ട്. ഓരോരോ സൂറകളിലും നമ്മുടെ വല്ലിപ്പയായ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ പടക്കുന്ന ചരിത്രം അള്ളാഹു വിവരിക്കുന്നു. വളരെ മനോഹരമായ ചരിത്രം. അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോ ഇടങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. 60 ദിറാഅ, 60 മുഴമുണ്ടായിരുന്ന നീളമുള്ള മഹാമനുഷ്യൻ. ഒരു 4 നില 5 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടാവും നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. സ്വർഗത്തിലെത്തിയാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കുന്ന. അതുകൊണ്ട് ഇപ്പം ഹൈറ്റില്ലാത്തൊരു സങ്കടപ്പെടണ്ട. 60 ദിറാഅൻ അലാ സൂറത്തി അബീക്കും ആദം അലൈഹിസ്സലാം. ഇന്നല്ലാഹ ഖലഖ ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി. അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചതു തന്നെ കൃത്യമായും ആദം നബിയുടെ ആ രൂപത്തിൽ തന്നെയാണ്. ഒരു ജീവിയിൽ നിന്ന് മുഖം മാറിയതല്ല എന്ന് വിശുദ്ധ ഹബീബ് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി. ആദം നബിയുടെ സൂറത്ത്. ചിമ്പാൻസി വാലുപോയിട്ട് ചിമ്പാൻസിക്ക് നടക്കാൻ സ്റ്റാൻഡ് ഇറക്റ്റ്, നിവർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ കുരങ്ങിൻ്റെ മുഖം മാറിയുണ്ടായതല്ല മനുഷ്യരുടെ മുഖമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു കൊണ്ട് അല്ലാഹു ആദരിക്കുകയും അറിവ് നൽകുകയും മാലാഖമാർക്ക് പോലും പഠിക്കാനുള്ള അറിവുകൾ പറഞ്ഞുകൊടുത്ത ആദ്യത്തെ അധ്യാപകനാണ്, ആദ്യത്തെ മുഅല്ലിമാണ്, ആദ്യത്തെ ഏറ്റവും വലിയ വിജ്ഞാനത്തിൻ്റെ പ്രസരണം നടത്തിയ മഹാനാണ്. ആദിമ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്ത്രോപോളജികൾ പറയുന്ന ആദിമ മനുഷ്യന് ഭാഷയില്ലായിരുന്നു എന്ന് പറയുന്നത് നമുക്കെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ആദിമ മനുഷ്യൻ ആംഗ്യഭാഷയാണ് ഉപയോഗിച്ചതെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ആദിമ മനുഷ്യന് ഭക്ഷണം എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആദിമ മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, ചിന്തിക്കാൻ കഴിയുന്ന ഭാഷയുണ്ടായിരുന്ന. ഖാല അംബിഉഹും ബിഅസ്മാഇ ഹൗലാ. ആദം നബിയെ, ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം മലക്കുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തേക്കൂ എന്ന് പറയുമ്പോൾ ആദം അലൈഹിസ്സലാം ഒരു ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. ആദം നബി കുട്ടിയായി വലുതായി വന്നതല്ല. എങ്ങനെയാണോ ആദം നബി അള്ളാഹു സൃഷ്ടിച്ചത് ആ പൂർണ്ണതയിൽ അങ്ങനെ തന്നെ അള്ളാഹു പടച്ച മഹാനാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ആദം നബിയുടെ മക്കളെയാണ് ഖുർആൻ മനുഷ്യരെ എന്ന് വിളിക്കുന്നത്. ആദം നബിക്ക് മുമ്പ് മനുഷ്യരെ പോലെ നടക്കുമായിരുന്ന, മനുഷ്യരെ പോലെ ബോണുകൾ, എല്ലുകൾ ഉണ്ടായിരുന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഫോസിലുകൾ മനുഷ്യൻ്റേത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന ജീവികളുടേത്. മനുഷ്യൻ എന്ന് അള്ളാഹു പറയുന്നത് ആദം നബിയുടെ മക്കളെയാണ്. ആദം നബിയുടെ കാലഘട്ടം ഇവിടുന്ന് ഒരു 20,000-ത്തിനപ്പുറത്തേക്ക് കണക്കാക്കുക സാധ്യമല്ല. പക്ഷേ നമ്മുടെ മുമ്പ് ഡൈനോസറുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിവർന്നു നടക്കുന്ന മറ്റു ജീവികൾ കടന്നു പോയിട്ടുണ്ടാകാം. ഭൂമി അതിനു മുമ്പുണ്ട്.
എന്നാൽ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, അല്ലാഹു അറിവ് നൽകിയത് പൂർണ്ണ മനുഷ്യനായി ഭാഷയും അറിവും ചിന്തയുമുള്ള ആദ്യ പിതാവിനാണ്. ആ മക്കളെക്കുറിച്ചാണ്, ആദം നബിയുടെ മക്കളെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സയൻസ് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദശലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഫോസിലുകൾ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ആദം നബിയുടെ സന്തതികളുടേതാവാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ മനുഷ്യനെപ്പോലെ നടന്ന ജീവികൾ ഉണ്ടായിരിക്കാം, നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല, സാധ്യതയുണ്ട്. ആദം അലൈഹിസ്സലാം, അള്ളാഹു ആദം നബിയെ പടക്കുന്നത് പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. എമിസറി, അംബാസഡർ ഓഫ് അള്ളാഹ്. കുന്തു കൻസം മഖ്ഫിയാ, അള്ളാഹുവിന് മുമ്പൊരു സമയമില്ല, അള്ളാഹുവിന് ശേഷവും ഒരു സമയമില്ല. സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, സമയം അള്ളാഹു സൃഷ്ടിച്ചതാണ്. ബിഗ് ബാങ് എന്ന് പറയുന്ന 17 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാവിസ്ഫോടനം, ആ വിസ്ഫോടനം നടക്കുന്നതിൻ്റെ മുമ്പ് സമയം മനുഷ്യന് ചിന്തിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു ഖാലിഖുൽ വഖ്തി, സമയത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സൃഷ്ടിയെ റബ്ബിനോട് ബന്ധപ്പെടുത്തുക സാധ്യമല്ല. അല്ലാഹു ഇന്നലെ എന്തായിരുന്നു, നാളെ എന്ത് എന്ന് സൃഷ്ടികളെ പറ്റിയേ പറയാൻ കഴിയൂ. സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും റോങ്ങാണ്. കാരണം മുഖാലിഫുൽ ലിൽ ഹവാദിസ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളെപ്പോലെ ഒരിക്കലുമല്ല. അതാണ് അള്ളാഹു ജല്ല ജലാലു. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ നമ്മളതറിയണം. അള്ളാഹുവാണ് സമയം പടച്ചത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു കാലത്തെ സത്യം ചെയ്തു പറയുന്നു. വൽ അസ്ർ, പുണ്യനബി മറ്റൊരു ഹദീസിൽ പറയുന്നു, ലാ തസുബ്ബുദ്ദഹർ, അല്ലാഹു പറയുകയാണ് സമയത്തെ, കാലത്തെ, കാലാവസ്ഥകളെ വെതർ ചേഞ്ചുകളെ നിങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കരുതേ, ശപിക്കരുതേ. ഇന്നമാ അനദ്ദഹർ, ഞാൻ തന്നെയാണ് കാലം എന്ന് അല്ലാഹു പറയുന്നത്. ഞാനാണ് ഖാലിഖുൽ അസ്ർ, ഖാലിഖുദ്ദഹർ, കാലത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണ് എന്നാണ് അതിനർത്ഥം. ഇതുപോലെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. സൂറത്തുൻ നൂറിലെ മനോഹരമായ ആയത്ത് 35-ാമത്തെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. നേരെ അറബി വായിക്കുന്ന ഒരാൾക്ക് അർത്ഥം വെക്കാൻ തെറ്റിപ്പോകും. അല്ലാഹു ആകാശലോകങ്ങളുടെ പ്രകാശമാണ് എന്ന് തോന്നും. ആയത്തിൻ്റെ അർത്ഥം അതല്ല. അല്ലാഹു ഖാലിഖു നൂരിസ് സമാവാതി വൽ അർദ്, ആകാശലോകങ്ങളുടെ പ്രകാശത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അല്ലാഹു പ്രകാശമല്ല, പ്രകാശം റബ്ബിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രകാശവുമല്ല അല്ലാഹു. എന്നാൽ വഹിജാബുഹു നൂർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജ്ഹിൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് പ്രകാശത്തിൻ്റെ മറകളുണ്ട്. ആ മറകളെല്ലാം മറ നീങ്ങിയിട്ടാണ് വാദിൽ ലഫീഹ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് വെച്ച് അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾ കാണുന്നത്. റബ്ബിനെ കാണുന്ന കാഴ്ച, അള്ളാഹുവിൻ്റെ ലിഖാ നടക്കുന്നത് വാദിൽ ലഫീഹ് എന്ന് പറയുന്ന താഴ്വരയിലാണ്. അവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മുഖത്തിന് മുമ്പിൽ കിടക്കുന്ന കോടിക്കണക്കിന് പ്രകാശത്തിൻ്റെ മറകളെ അള്ളാഹു നീക്കിക്കൊടുക്കുന്നുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പടച്ചതമ്പുരാൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടവരാണ്. ആദം നബിയും മക്കളും നമ്മളൊക്കെ. കുന്തു കൻസൻ മഖ്ഫിയാ, അള്ളാഹു പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു. ഞാൻ ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ,
എനിക്ക് അറിയപ്പെടണം എന്ന ഒരു ഹുബ്ബ് വന്നു, ആഗ്രഹം വന്നു. ഫഖലഖതുൽ ഖലായിഖ, അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ പടച്ചത്. മനുഷ്യരും ജീവജാലങ്ങളും പ്രപഞ്ചവും ആകാശലോകങ്ങളും താരസമൂഹങ്ങളും അള്ളാഹു പടച്ചത് അള്ളാഹുവിനെ അറിയപ്പെടാൻ അള്ളാഹു ആഗ്രഹിച്ചപ്പോഴാണ്. അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അറിയുന്നതാരാണ്? മനുഷ്യരാണ്. മനുഷ്യർക്ക് അള്ളാഹു ബ്രെയിന് കൊടുത്തു, തലച്ചോറ് കൊടുത്തു, ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു, കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. അള്ളാഹു നൽകുന്ന ഈ സിദ്ധി കൊണ്ട് പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ്. നമ്മളൊക്കെ ആ ഒരു നിയോഗത്തിന് ഭൂമിയിൽ വന്നവരാണ്. അള്ളാഹുവേ, അല്ലാഹുമ്മ ജഅൽനാ സാബിഖീന ഇലൈക മുഖറബീന ലദൈക, നിന്നിലേക്ക് ഓടിയടുക്കുന്നവരും നിന്നോടടുപ്പം കാണിക്കുന്നവരുമായി അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. ആദ്യ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിൽ പിന്നെ ആദ്യ പാപം അവിടെ നടക്കുകയാണ്. ആദ്യമായി നടന്ന പാതകം അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം എന്ന് പറയുന്നത്, മനുഷ്യൻ ചെയ്ത, സൃഷ്ടികൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് ചെയ്ത തെറ്റാണ്. ആദം അലൈഹിസ്സലാമിന് അറിവ് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചപ്പോൾ അറിവുള്ളവരെ ആദരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടവരാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ അള്ളാഹു ജ്ഞാനം നൽകിയവരെ, ഈമാനുള്ള ആളുകളെ അള്ളാഹു ഒരുപാട് സ്ഥാനത്തേക്ക് ഉയർത്തും. അതുകൊണ്ട് ആ മഹത്തുക്കളോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം, ആദരവ് കാണിക്കണം. ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ജ്ഞാനമുള്ളവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇത് ഖുർആനിൻ്റെ ഒരു റിട്ടോറിക് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആശയം വ്യക്തമാണ്. അല്ല, ഒരിക്കലുമല്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് അറിവുള്ളവരെ ആദരിക്കണമേ എന്ന് ആദ്യം അല്ലാഹു കൊടുത്ത റബ്ബിൻ്റെ ഉത്തരവാണ്. അതുകൊണ്ട് ഉസ്ജുദൂ ലി ആദം, ഞാൻ പടച്ച ആദം നബി അലൈഹിസ്സലാമിനെ ഖിബലയാക്കി നിങ്ങൾ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുക. ആദം അലൈഹിസ്സലാം അവരുടെ സുജൂദിൻ്റെ ഖിബലയാണ്. ഇനി ആദം നബി അലൈഹിസ്സലാം ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് പറയുന്നത്, അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ആദരസൂചകമായി ചെയ്യുന്ന സുജൂദാണ്. അത് നമ്മുടെ ശരീഅത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ശരീഅത്തുകളിൽ ജായിസായിരുന്നു. പക്ഷേ നമുക്ക് സുജൂദ് അല്ലാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജ്യേഷ്ഠന്മാരും വാപ്പയും ഉമ്മയും മഹാനായ യൂസുഫ് നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. അത് ആരാധനയുടെ സുജൂദല്ല, ആദരവിൻ്റെ സുജൂദായിരുന്നു. അവർക്കത് പറ്റുമായിരുന്നു, നമുക്കത് പാടുള്ളതല്ല. യാ അബതി ഇന്നി റഅയ്തു 11 കൗകബാ والشمس والقمر رأيتهم لي ساجدين. ഉപ്പാ, യാക്കൂബ് നബിയോട് യൂസുഫ് നബി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പറഞ്ഞത്, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കാണുന്നു ഉപ്പ എന്ന് പറയുന്നത്. ആ സുജൂദ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറിയ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ആദരസൂചകമായി അവർ ചെയ്ത സുജൂദിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമായിരുന്നു ആ സ്വപ്നം. ആദം നബിക്ക് സുജൂദ് ചെയ്യണേ എന്ന് പറയുമ്പോൾ മഹാന്മാർ പറയുന്നു, സുജൂദ് അല്ലാഹുവിന് തന്നെ. എന്നാൽ നമുക്ക് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്ന പോലെ മലക്കുകളുടെ സുജൂദിൻ്റെ ഖിബലയായി അല്ലാഹു ആദം നബിയെ നിയോഗിച്ചു എന്ന് ചില മുഫസ്സിരീങ്ങൾ ഒന്നുകൂടെ തന്നെ വ്യാഖ്യാനിച്ചു പറയുന്നുണ്ട്. ഭൂമി ലോകത്ത് നടക്കുന്ന എല്ലാ മലായിക്കത്തിൻ്റെ ഇബാദത്തുകളുടെയും ഖിബില മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ആത്മാവുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എങ്ങനെ? എല്ലാ ജീവജാലങ്ങൾക്കും ആരാധനയുണ്ട്. സസ്യലതാദികൾ ആരാധിക്കുന്നവരാണ് അല്ലാഹുവിനെ. ജന്തുജാലങ്ങൾക്ക് ആരാധനയുണ്ട്. അവയെല്ലാം കൃത്യമായി അല്ലാഹു നിർണയിച്ചു കൊടുത്ത ആ ഒരു ടാസ്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്.
അവരെല്ലാം യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇങ്ങനെയൊക്കെ ഖുർആന്റെ പ്രയോഗങ്ങൾ കാണാം. പക്ഷികളും കല്ലുകളും മണൽ തരികളും അടക്കം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുജൂദിൻ്റെ ഖിബില ഏതാണ് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ആ പരിസരങ്ങളിൽ ജീവിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ആത്മാവുകളാണ് ഭൂമിലോകത്തെ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും സുജൂദിൻ്റെ ഖിബില. അങ്ങനെയാണെങ്കിൽ അല്ലാഹ് എന്ന് പറയപ്പെടാൻ ഒരാൾ പോലും ഇവിടെ ഇല്ലാത്തൊരു സമയം വരുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാകുന്നത്. ലാ തഖൂമുസ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് എന്ന് പറയാൻ മനുഷ്യൻ്റെ നാവുകൊണ്ട് സാധ്യമല്ലാതെ വരുന്നൊരു കാലം, മദ്യപാനവും വ്യഭിചാരവും സുലഭമാകുന്ന ഒരു കാലം, ദൈവനിഷേധവും കുഫറും സാധാരണയായി മാറുന്ന ഒരു കാലം. അല്ലാഹ് ഇസ്മുൽ അഅ്ളമാണത്. അലമുൽ ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദി സുബ്ഹാനഹ്. അള്ളാഹുവിൻ്റെ അറിയപ്പെടുന്ന റബ്ബിൻ്റെ നാമമാണത്. ആ ഇസ്മ പോലും പറയാൻ ഒരാളും ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത കാലം വരുമ്പോൾ, പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ സുജൂദിൻ്റെ ഖിബല നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു ലോകാവസാനം നടത്തുന്നത്. ഇദസ്സമാഉൻ ഷഖ്ഖത്, ആകാശലോകങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ചരാചരങ്ങളുടെ സുജൂദിൻ്റെ ഖിബില ഭൂമിയിൽ നഷ്ടപ്പെടുമ്പോഴാണ്. അത് നഷ്ടപ്പെടുന്നത് മുഅ്മിനീങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതെയാകുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈമാനിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമായ ഖൽബിനെ കേന്ദ്രമാക്കി, അവിടെ റൂഹിനെ കേന്ദ്രമാക്കി ചെയ്തിരുന്ന ഇബാദത്തുകൾ പിന്നെ വിനഷ്ടമാവുകയാണ് ഖിബല നഷ്ടപ്പെട്ടു പോകുമ്പോൾ. ഇനി എന്തിനാണ് പ്രപഞ്ചം? അള്ളാഹുവിനെ അറിയാനല്ലയോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇനി ഇത് വേണ്ട എന്ന് റബ്ബ് തീരുമാനിക്കുന്ന നേരമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ അടുത്തു വരാനിരിക്കുന്നു എന്ന് റബ്ബ് തആല പറയുമ്പോഴും ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അതിന് ശേഷം വരാനുണ്ടെങ്കിൽ പോലും ഈ അന്ത്യനാൾ അടുത്തു തന്നെയാണ്. എന്തുകൊണ്ട്? ഇന്ന യൗമൻ ഇൻദ റബ്ബിക, അല്ലാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 വർഷങ്ങളാണ് ഒരു ദിവസം. വേറെ ആയത്തിൽ 50 അൽഫ സന, 50,000 വർഷങ്ങളാണ് അള്ളാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നൊരു 50,000 കൊല്ലമില്ല, 25,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകാവസാനമെന്ന് സങ്കല്പിച്ചാൽ റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. അള്ളാഹു സമയത്തെ പടച്ചവനാണ്, സൃഷ്ടികളെ പടച്ചവനാണ്. സമയത്തിന് മുമ്പ് അള്ളാഹു ഉണ്ട്, സമയം തീർന്നാലും അള്ളാഹു ഉണ്ട്. സമയം അറിയണമെങ്കിൽ ഇവിടെ ഹവാദിസുകൾ നടക്കണം, എന്ന് പറഞ്ഞാൽ ഇവൻസുകൾ നടക്കണം, സംഭവങ്ങൾ ഉണ്ടാകണം. ആളുകൾ ഇവിടെ നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇരുന്ന് കേൾക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ ഹവാദിസുകളാണ്. ഈ സംഭവങ്ങൾ നടക്കാതിരുന്നാൽ സമയം കണക്കാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. എന്തുകൊണ്ട്? കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങളാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങൾ? 60, 70, 80 വയസ്സാകുമ്പോൾ പോലും മനുഷ്യന് തോന്നുന്നില്ല എനിക്ക് പോകാൻ സമയമായി തുടങ്ങിയെന്ന്. മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് ഇനിയും ഞാനിവിടെ മരിക്കാതെ തുടരുമെന്നാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് വളരെ ക്ഷണികമായൊരു ജീവിതത്തിനാണ്. എന്നൊന്നും നിലനിൽക്കുന്ന ലോകമല്ല ഇത്. വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് പോകേണ്ടവരാണ്. കുറച്ച് സമയം എക്സാം എഴുതാൻ പേപ്പർ തന്ന് എഴുതിക്കോ എന്ന് ടീച്ചർ പറയുന്ന പോലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലടിച്ചാൽ നിർത്തണം കേട്ടോ എന്നാണ് ടീച്ചറുടെ ഉത്തരവെങ്കിൽ, അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് വരുമ്പോൾ നിർത്തിപ്പോകേണ്ടവരാണ് നമ്മൾ.
ആരാണതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പോൾ കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, 90ഉം 100ഉം വയസ്സ് കഴിഞ്ഞ് മരിച്ചുപോയ മനുഷ്യരോട് പോലും അള്ളാഹു എത്രയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമത്രേ, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിൽ അല്പമോ ഞങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ പറയാം, ഒരു ദിവസം ജീവിച്ചു എന്ന് തോന്നുന്നു. അസ്ഹാബുൽ കഹ്ഫ് 309 വർഷം ആ ഗുഹയിൽ ഉറങ്ങി. ദഖിയാനൂസ് രാജാവിൻ്റെ കാലത്ത് കിടന്നുറങ്ങിയ ഉറക്കം കാലങ്ങൾക്ക് ശേഷം ഡെഫ്യൂഷ്യസ് രാജാവിൻ്റെ കാലത്ത് ഉണരുമ്പോൾ 309 കൊല്ലം ചന്ദ്രവർഷത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 300 വർഷം സൗരവർഷപ്രകാരം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയാ നിങ്ങൾ ഉറങ്ങിയത്? ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, 300 കൊല്ലം ഉറങ്ങിയിട്ട് പറഞ്ഞതാ. ഒരു ദിവസം അര ദിവസമൊക്കെ ഉറങ്ങിയ പോലെ തോന്നും. നന്നായി ക്ഷീണിച്ച് നമ്മളൊന്ന് ഉറങ്ങിയാൽ സമയം നമ്മൾ ഉറങ്ങുമ്പോൾ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? നമുക്ക് ചുറ്റും സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് സമയം അറിയുന്നില്ല. സംഭവങ്ങളെയെല്ലാം അല്ലാഹു ഇല്ലായ്മ ചെയ്യുന്നതാണ് ഖിയാമത്ത് നാള്. ആ നാൾ വരേക്കും അല്ലാഹുവിനെ ഓർക്കാനും പടച്ച തമ്പുരാനെ അനുസരിക്കാനും പ്രകീർത്തിക്കാനും റബ്ബ് തആലയെ ചെരിഷ് അവർ ലോർഡ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനുമാണ് ആദം നബിയുടെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നത്. ആ ദൗത്യ നിർവഹണത്തിന് അല്ലാഹു ആദ്യം കൊടുത്ത എക്യുപ്മെൻ്റാണ് ഇൽമ്, അറിവ്. ആ അറിവ് നൽകിയ ആദം നബിയുടെ മുമ്പിൽ മലക്കുകളെ സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ആശയം ശ്രദ്ധിക്കണേ. മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത, അള്ളാഹുവിന് അത്രമേൽ വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. കിബ്ർ എന്ന് പറയും. അഹങ്കാരം എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മൾ മടി കാണിക്കുന്നതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരണ ചെയ്യാതിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തി ഒഴിഞ്ഞു മാറുന്നതിനാണ് കിബ്ർ എന്ന് പറയുന്നത്. സത്യം സത്യമായി ബോധിച്ചിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതിനാണ് കിബ്ർ എന്ന് പറയുന്നത്. തെളിവുകൾ മുമ്പിൽ നിരത്തി കൊടുക്കുമ്പോൾ, രേഖകൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനെയാണ് കിബ്ർ എന്ന് പറയുന്നത്. ഒരു പ്രശ്നപരിഹാരത്തിന് മഹല്ല് ജമാഅത്ത് ഇടപെടുമ്പോൾ നിങ്ങളിത് ഇടപെടണം, സ്വീകരിക്കണമെന്ന് മഹല്ല് ഭാരവാഹികൾ വന്ന് പറയുമ്പോൾ, ഇനി നിങ്ങളല്ല നിങ്ങളുടെ വല്ലിപ്പമാർ വന്ന് പറഞ്ഞാലും ഞാനിത് സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലപാടിനെയാണ് കിബ്ർ എന്ന് പറയുന്നത്. മൻ കാന ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ കിബ്രിൻ, കിബ്ർ ഒരു കടുകുമണിയുടെ അത്ര. കടുകുമണി പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വറവെടുക്കുമ്പോൾ കടുകുമണി എത്രയാ കോരി നമുക്ക് പോലെ എണ്ണ അറിയില്ല. അതിലൊന്ന്, ആ ഒരു കടുകുമണിയുടെ അത്ര അഹങ്കാരം കൽബിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഒരു ഹദീസ് കേട്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതി കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, മാ യുബികീക യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ പൊട്ടിക്കരയുന്നത്? ഒരു ഹദീസല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഏതാണ് ഹദീസ് എന്നറിയുമോ? എന്നോട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു പൊടിയുടെ ശകലം അത്രയെങ്കിലും കൽബിലുള്ള ഒരാൾക്ക് സ്വർഗമില്ല എന്ന് ഹബീബ് പറഞ്ഞ ഹദീസാണത്. ഞാൻ പേടിക്കണ്ടയോ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മക്കയിലെ ഹയ്യ് ശുഹദായിൽ അന്ത്യവിഷം കൊള്ളുന്ന സ്വഹാബിയാണ്. മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന ഉമർ എന്നവരുടെ മോന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അഹങ്കാരം മനുഷ്യന് വേണ്ട, ഒരിക്കലും വേണ്ട. നമ്മൾ പച്ചയായും അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക്, നീതിക്ക്, സത്യത്തിന് വിധേയരാവാൻ ബാധ്യസ്ഥരാണ്. സത്യമാണ് ഇവിടെ ജയിക്കുന്നത്, സത്യത്തിനാണ് അധികാരം, നീതിക്കാണ് അധികാരം, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കാണ് അധികാരം എന്ന് ബോധിക്കുന്ന മനുഷ്യനെയാണ് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂ.
മാ മനഅക ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഇബ്ലീസേ, എൻ്റെ അടിമയായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അന ഖൈറും മിൻഹു, ഞാൻ ആദമിനെക്കാളും മുന്തിയ ആളല്ലേ, ഞാൻ ആദമിനെക്കാളും എത്രയോ ബെറ്റർ അല്ലേ. അന ഖൈറും മിൻഹു. എങ്ങനെ? ഇബ്ലീസ് നോക്കുന്നത് മെറ്റീരിയലിസത്തിലേക്കാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, അവനെ ആദം നബിയെ പടച്ചത് മണ്ണ് കൊണ്ടല്ലയോ, അതുകൊണ്ട് മണ്ണിനേക്കാളും ഗുണം തീയിനല്ലേ പവർ എന്ന ഭൗതികമായ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതെ പോയ ആദ്യത്തെ ഈ പ്രപഞ്ചത്തിലെ കുറ്റം എന്ന് പറയുന്നത് ഇബ്ലീസിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ടൊരു മനുഷ്യനും അത് പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. സൂറത്തുൻ നഹ്ലിൽ അതേ ആശയം സൂറത്തു യാസീനിൽ കാണാം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ. ആസുബിന് വായിൽ ഒരു പൊടിപൊടിയുന്ന ഒരു എല്ല് കൊണ്ട് നുരുമ്പിയ ഒരു എല്ല്, ഒരു മനുഷ്യൻ്റെ എല്ല്, ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് ഹബീബിൻ്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾ ഡു യു ക്ലെയിം ദാറ്റ് അല്ലാഹ് ക്യാൻ ഗിവ് ലൈഫ് ഫോർ ദിസ് ഡെഡ് ബോൺ? ഈ ചത്തുപോയ ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലിന് ജന്മം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്? ഐനഅം, അതെ. ആ എല്ല് പൊടിപിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു എന്നാണ് ആസുബിന് വായിൽ. അദ്ദേഹം മുശ്രിക്കായിരുന്നു. ഈ പൊടിയെ ഇനി ഒരു മനുഷ്യനായ ഖിയാമത്തിലേക്ക് രൂപപ്പെടുത്താൻ പടച്ചോനത്ര എളുപ്പമാവില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കളിയാക്കിയതിന് മറുപടിയാണ് സൂറത്തു യാസീനിലെ നമ്മൾ ഓതുന്ന അവസാന ഭാഗങ്ങളൊക്കെ. യാ അല്ലാഹ്, 78 മുതൽ 79 വരെയുള്ള ആയത്തുകൾ ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ. സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന് മറന്നിട്ട് ഓൻ ചോദിക്കുക എന്നോട്, ഈ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലം അവനെ കുഞ്ഞായി ജനിപ്പിച്ചവനല്ലയോ അല്ലാഹു, അതവൻ മറന്നു. ചോദിക്കുക, ഖാല, ആസിബിന് വായിൽ ചോദിക്കുകയാണ്, മൻ യുഹയിൽ ഇളാം, ആരാണ് ഇളാമുകൾക്ക് ജീവൻ കൊടുക്കുന്നത്? എല്ലുകൾക്ക് ആര് ജീവൻ കൊടുക്കും? വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പി പൊടിപൊടിയായി ആയതിനു ശേഷം ആരാ ജീവൻ കൊടുക്കുകയെന്ന് സ്വന്തം ജന്മം മറന്നുകൊണ്ട് ആസിബിന് വായിൽ ചോദിച്ചു. അങ്ങനത്തെ അഭിനവ യുക്തിവാദി ആസിബിന് വായിലുമാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, സോഷ്യൽ മീഡിയകളിൽ തലതല്ലുന്നുണ്ട്. മയ്യുഹയിൽ ഇളാമ വഹിയ റമീം എന്ന് പറയുന്നവർ. ഇത് തന്നെയാണ് ജീവിതം, ഇത് യോയോ ആണ്. യു ലിവ് ഓൺലി വൺസ്, യു ലിവ് ഓൺലി വൺസ്. യോലോ, നിങ്ങൾ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ. മഅദല്ലാഹ്, നമ്മൾ യോൾട്ടാണ്. യു ലിവ് ഓൺലി ട്വൈസ്. നമ്മൾ 2 തവണ ജീവിക്കുന്നവരാണൊന്ന്. ഒന്ന് പരീക്ഷണത്തിൻ്റെ ജീവിതം, മറ്റൊന്ന് പ്രതിഫലത്തിൻ്റെ ജീവിതം, അശ്രയുടെ ജീവിതം. ഖാല മൻ യുഹയിൽ ഇളാമ വഹിയ റമീം. ഇന്നത്തെ അഭിനവ യുക്തിവാദികൾക്കും അന്നത്തെ കാലത്തെ യുക്തിവാദികൾക്കും അള്ളാഹു കൊടുക്കുന്ന മറുപടി നോക്കണേ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആദ്യമായി ഈ എല്ല് പടച്ചത് ആരാണ് എന്ന് ചോദിക്കൂ. അവനെ പടച്ചത് ആരായിരുന്നു? അവൻ്റെ ഉമ്മയാണോ ഉപ്പയാണോ? അല്ലല്ലോ, അവർ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. നമുക്ക് വാപ്പക്കും കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, കുട്ടീൻ്റെ
ചേലും ചെറുക്കും ഹൈറ്റും വെയിറ്റും ബ്രെയിനൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ഇത് ജനിച്ച് വീഴുമ്പോഴറിയാം ഏത് കോലത്തിലാണ് വരുന്നത് എന്ന്, അല്ലേ? ഉമ്മയും വാപ്പയും അല്ല കുട്ടിയെ ഉണ്ടാക്കുന്നത്. ഉമ്മയും വാപ്പയും അതിൻ്റെ സബബുകളാണ്, അതിൻ്റെ ബയോളജിക്കൽ റീസൺ. ആരാ സൃഷ്ടാവ്? ഒരു സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്ന് എഗ്ഗുമായി കൂടിച്ചേർന്ന് അംഷാജ്, നുതുഫത്തിൻ അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്സ് ആയി മാറിയതിന് ശേഷം ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത് മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് സ്കാൻ നോക്കിയിട്ട് പറയാൻ പറ്റും ഇപ്പം എത്ര വളർച്ച ഉണ്ട്, ഇനി കുറഞ്ഞ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. രൂപവും ഭാവവും ചേലും കോലവും എങ്ങനെയാണ്? ഉമ്മക്ക് വാപ്പാക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ കുട്ടികളും സുന്ദരി സുന്ദരന്മാരാവില്ലേ ഉമ്മയും വാപ്പ ഉണ്ടാക്കണതെങ്കിലേ? അല്ലല്ലോ. ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. സീറോയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ആരാണ് ഈ കുഞ്ഞിനെ ലോകത്ത് കൊണ്ടുവന്നത്? മനുഷ്യന് കഴിയോ? ഒരു വസ്തുവും അള്ളാഹ് ഉണ്ടാക്കിയ ഒന്നും എടുക്കരുത്, എന്നിട്ടൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖുർആൻ ഇന്നും അന്നും വെല്ലുവിളിക്കുന്ന വെല്ലുവിളി അതാ. ഇന്നത്തെ വെല്ലുവിളിയും അത് തന്നെയാണ്. ക്ലോണിങ് ചെയ്യണമെങ്കിൽ DNA വേണം. DNA അള്ളാഹിൻ്റെ പടപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ക്രിയേഷൻ ഓഫ് ഗാഡ്, അതാണ് DNA. അതുമ തൊട്ട് കളിക്കേണ്ട. ആ DNA നൽകുന്ന ഇൻഫോർമേഷൻ അതിമഹത്തരമാണ്. മനുഷ്യൻ്റെ ബുദ്ധി ബ്ലോയിങ് ഹ്യൂമൻ മൈൻഡ്സ്. എന്താണ് അതിൽ കിടക്കുന്ന ഇൻഫർമേഷൻ? DNA എന്നത് വളരെ സങ്കീർണമായ വിവരങ്ങളാണ്. ഒരു പിതാവിൻ്റെ ചിരി മുതൽ, ഒരു പിതാവിൻ്റെ നടത്തം മുതൽ, ഒരു പിതാവിൻ്റെ ദേഷ്യഭാവങ്ങൾ മുതൽ എല്ലാം ആ DNA ഉള്ളിൽ കിടക്കുകയാണ്. കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ കണിക. അതെടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു പക്ഷേ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മനുഷ്യർ കഴിഞ്ഞേക്കാം. DNA തുടരുത്. സീറോയിൽ നിന്നൊരു ഒരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പക്ഷിക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പുഴുവിനെ ഉണ്ടാക്ക്. ഇന്നേ വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അള്ളാഹുവിൻ്റെ മറുപടി അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അവിടെ ഇതൊന്നും തൊടാതെ നിങ്ങളായിട്ട് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണ് ജീവൻ്റെ കണങ്ങളെന്ന് ശാസ്ത്രത്തിനറിയാം. നമ്മുടെ ബോഡി കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പിടിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് ഒന്ന് നോക്കിയൊരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമോ? മനുഷ്യനുണ്ടാക്കാൻ പറ്റുമോ? റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ സംഭവം എന്ന് പറഞ്ഞാൽ റോബോട്ട് ഇങ്ങനെ ബാറ്ററി പോയ ആ സാധനം അവിടെ കിടക്കേണ്ടി വരും. റോബോട്ടിന് പോയി സ്വന്തം ബാറ്ററി പോയാൽ കിടക്കുന്ന സാധനമാണ് ഇതൊക്കെ. ചാർജ് പോയാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ അങ്ങനെയാണോ? ഫുള്ളി ചാർജ്ഡ് അല്ലേ? മരിക്കുന്നവരെ ഫുള്ളി ചാർജ്ഡ് അല്ലേ മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി? ആലോചിച്ച് നോക്കൂ. ഒരു ടെസ്ലയും ഒരു കാറും മനുഷ്യൻ്റെ ഈ ഒരു സെറ്റപ്പിൻ്റെ മുമ്പിലേക്ക് എത്തുകയില്ല. ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹാ അവ്വല മർറ. അതാണ് അള്ളാഹിൻ്റെ മറുപടി. ആര് ജീവിപ്പിക്കുന്നല്ലേ ചോദ്യം. ഇത് സീറോയിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നവൻ ആരോ, ആ ആളിൻ്റെ പേരാണ് അല്ലാഹ് സുബ്ഹാനഹു. പണ്ടൊക്കെ നമ്മൾ വേദ പറയുമ്പോൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു, അല്ലേ? ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല. എന്തായി സുബ്ഹാന എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് റബ്ബേ നീ. നമ്മളൊക്കെ ന്യൂനതകളുള്ളവരാ, മറന്നുപോകും, ദേഷ്യപ്പെടും, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. അള്ളാഹ്ക്ക് അതൊന്നുമില്ല, മറവിയില്ല, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇത് അള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹ് എന്ന് പറയണമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹ്. അള്ളാഹിനെ പറ്റി അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അള്ളാഹുവിനെ പറ്റി അങ്ങ്, അവിടുന്ന് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണമെന്നാണ്. നമ്മളെന്ത് നീ എന്നൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ ഭാഷയിൽ അങ്ങനെ പറ്റുന്നുള്ളൂ, ഭാഷയിൽ അങ്ങനെ നമുക്ക് കഴിയുള്ളൂ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെണ്ടോ തോന്നിപ്പോകും. അതൊന്നും പറയാൻ വയ്യ, അവളൊന്നും പറയാൻ വയ്യ, പെണ്ണായിപ്പോകും. അള്ളാഹുവിന് ജെൻഡർ കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു ജെൻഡറുള്ളവനല്ല. പിന്നെ ആകെ അവൻ ഹി എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളൂ ഭാഷയിൽ. അതുകൊണ്ട് പറയാം എന്നല്ലാതെ ഓൻ തീരുമാനിച്ചു. ഇതാരെ പറ്റിയാണ് നമ്മൾ ഈ പറയണത്? അള്ളാഹുവിനെ പറ്റി ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അതിലേറെ ബഹുമാനത്തിലല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അവൻ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വാക്കതിന് പകരം വെക്കാനില്ലാത്തത് കൊണ്ടാണ്.
അവർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ? അള്ളാഹു അഹദാണല്ലോ. അവർ എന്നത് ഒന്നിലേറെയുള്ള ആളുകൾക്ക് പറയുന്നതല്ലേ? അതുകൊണ്ടൊക്കെയാണ് അവൻ എന്ന് പറഞ്ഞു പോകുന്നത്. അള്ളാഹുവേ നീ, താങ്കൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അങ്ങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അവിടുന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങ്, എന്തൊക്കെ ബഹുമാനം കാണിക്കാൻ പറ്റും നമ്മുടെ ഭാഷയിൽ. എന്നാൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ, ഒന്നിലേറെ എന്ന് സൂചിപ്പിക്കരുത്. അള്ളാഹ് ഒന്നാണ്. അതിന് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനെപ്പറ്റി അള്ളാഹ് നമ്മൾ ചോദ്യം ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ഒരു പോലീസിനെ ബഹുമാനില്ലാണ്ട് വിളിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യൂലേ? വിളിക്കൂലേ? ഒരു ജഡ്ജിയോട് ബഹുമാനില്ലാണ്ട് സംസാരിച്ചാൽ കേസെടുക്കൂലേ? എടുക്കും. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയോ? അള്ളാഹുവിനെ പറ്റി നമുക്ക് കൂളായിട്ട് പറയാം, ഓൻ അങ്ങനെ പറയരുത്. വളരെ കരുതലോടുകൂടെ പറയാനേ പറ്റൂ. അത്രയും ബഹുമാനത്തിലും ആദരവിലേ അത് പറയാൻ പാടുള്ളൂ.